ഹേലോ ഗൈസ്, വെൽക്കം ടു പോഡ്കാസ്റ്റ്. ഈ മൈക്ക് മേടിച്ചതിന് ശേഷം ഒരു പോഡ്കാസ്റ്റും ഞാൻ ഇട്ടിട്ടില്ല എന്നെനിക്കറിയാം. നൂറോളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പോഡ്കാസ്റ്റ് എന്താ വരാത്തതെന്ന്. നൂറോളം എന്നല്ല, ഒരു 3 പേര് ചോദിച്ച്, ആ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിടണമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പോഡ്കാസ്റ്റുമായി വരാത്തത്. ബിക്കോസ് ചില സമയത്ത് അങ്ങനെയുണ്ട്, നമ്മൾ ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് നമ്മളെ തലയിൽ കാര്യങ്ങൾ വരും. അതായത് ഇന്ന സാധനം ഇടാം, ഇന്ന സാധനത്തിനെ പറ്റി സംസാരിക്കാം. ചില സമയത്ത് ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല? അത് എസ്പെഷ്യലി ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നോക്കുന്ന ആൾക്കാണെങ്കിലും, ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്നും തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിക്ക് ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാങ്ക് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ വരാം. നമ്മളതിനെ പല പേരും പറയും. ചിലപ്പോൾ ചിലവരൊക്കെ പറയും അവന് ഒരു തൊഴിലും ഇല്ലാതെ ബോറടിച്ചിരിക്കുകയാണെന്ന് പറയും. അല്ലെങ്കിൽ ചിലവർ പറയും അവന് മടിയാണെന്ന് പറയും. ചിലവർ പറയും ബേൺ ഔട്ട് ആവുക എന്ന് പറയും. മിക്ക ആൾക്കാരും പറയുന്ന സാധനമാണ് ബേൺ ഔട്ട്. അതായത് നമ്മൾ കുറേ ഇങ്ങനെ വർക്ക് ചെയ്ത് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് നമ്മൾ പറയില്ലേ. നമ്മുടെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ ആ സാധനമാണ് ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഒരു രീതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക കോണ്ടൻറ് ക്രിയേഷൻ സ്പേസിലുള്ളവരും ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ പോകൂടെ. അപ്പം അങ്ങനത്തെ ഒരു ആയിരുന്നു ഞാൻ. അത് പിന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് സീസൺ പോലെയാണ്. ചിലപ്പോൾ ചില ദിവസങ്ങളിലായിരിക്കാം, ചിലപ്പോൾ അതൊരു ആഴ്ച തോറും നീളാം, ചിലപ്പോൾ മന്ത്ലി പോവാം, ചിലപ്പോൾ വർഷം കണക്കിനും പോവാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ കാർത്തിക് സൂര്യ എന്ന്. കാർത്തിക് സൂര്യ ഇതുപോലത്തെ ഒരു ബേൺ ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. ഒന്ന്, അവന് ഇതുപോലെ മറ്റേ ആ ഫ്ലവേഴ്സ് ചാനലിലൊരു പരിപാടിയുണ്ട്. അതിൽ തന്നെ അവൻ നല്ല രീതിയിൽ വർക്കഹോളിക്കാണ് അതിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ഡെയിലി വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് അതിൽ നിന്നും വലിയ ചടങ്ങാണ്. ഇപ്പോൾ നമുക്കിന്ന് കോണ്ടൻറ് ക്രിയേഷനെ പറ്റി സംസാരിക്കാം. നമുക്കിന്ന് സോഷ്യൽ മീഡിയ ലോകത്തിനെ പറ്റി സംസാരിക്കാം. എൻ്റെ ജേർണി ഓഫ് സോഷ്യൽ മീഡിയ, അതിനെയൊക്കെ പറ്റിയായിരിക്കും ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് പോകുന്നത് ഗൈസ്. അപ്പോൾ വെൽക്കം ടു പോഡ്കാസ്റ്റ്. നിങ്ങൾ ഇവിടെ ആദ്യമായി വരികയാണെങ്കിൽ, ഇവിടെ ഈ മുടി വളർത്തി കണ്ണാടി വെച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കൊണക്കണയെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു സ്പേസാണ്. സോ വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ടു ദിസ് ദ വണ്ടർഫുൾ ഗെയിം ഓഫ് കോടീശ്വരൻ, പോഡ്കാസ്റ്റ്. അപ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോഷ്യൽ മീഡിയ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോണ്ടൻറ് ക്രിയേഷൻ ആൻഡ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആയത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ബിക്കോസ് എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് കണ്ടവരെ കാര്യം നമുക്ക് അനലൈസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ ചെയ്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് സ്ട്രോങ് ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത്, ഞാൻ സക്സസ്ഫുൾ ആവുന്നത് 2020 നമ്മുടെ കോവിഡ് സമയത്താണ്. അതായത് യവൻ്റെ വെറുപ്പീര് കൊള്ളാം എന്ന് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടത്. അതിന് മുന്നേ വരെയും ഈ ഒരു പരിപാടി, അതായത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം തുടങ്ങി കുറച്ച് നാൾ മുന്നേ തൊട്ട് എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം. അന്ന കാലത്ത് ഫോട്ടോ എടുക്കുക എന്നുള്ള മാത്രമുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എടുത്ത ഫോട്ടോസിൽ അതിലോട്ട് ഇട്ടിട്ട് അവരേതായ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം അങ്ങനത്തെ ഒരു കളർ പരിപാടിയായിരുന്നു. മെയിനായിട്ടും അതൊരു ഫോട്ടോ ആപ്പായിരുന്നു, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നൊരു ആപ്പായിരുന്നു. അങ്ങനെ എല്ലാവരെയും പോലെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. വെറുതെ ഇങ്ങനെ ഞോണ്ടി ഇൻസ്റ്റാഗ്രാം കൊള്ളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞോണ്ടി കളിക്കുകയും, അപ്പം അങ്ങനെ ആ സാധനം അവിടെ ഉണ്ടായിരുന്നു എൻ്റേതായാൽ. പിന്നെ നമ്മുടെ ഡബ് സ്മാഷ് എന്ന് പറയുന്നൊരു ആപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ മറ്റേ സിനിമാക്കാരുടെ പഴയ ഡയലോഗൊക്കെ നമുക്ക് ലിപ്സിങ് ചെയ്യുന്ന പരിപാടി. അതേപോലെ തന്നെയാണ് ഡബ് സ്മാഷ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു മ്യൂസിക്കലി വരുന്നത്. മ്യൂസിക്കലി തൊട്ട് ഞാൻ ഈ ഒരു പരിപാടിയിലുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടുവേണം. അതിനും പണ്ടത്തെ സാധനങ്ങളുണ്ട്. ഞാൻ നമ്മൾ ആ കാലഘട്ടത്തിൽ ആ ആപ്പിൽ കൂടെ നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് സായിപ്പന്മാർ അന്നും അവരേതായ രീതിയിൽ ഓൺ വോയിസിലൊക്കെ വീഡിയോസൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ എനിക്കാണ് ലോഗൻ പോൾ, ജേക്ക് പോൾ, പിന്നെ അന്ന് ആ സമയത്ത് തന്നെ വൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അന്ന് അമേരിക്കക്കാരന്മാർ വേറെ ലെവൽ ഓഫ് ക്രിയേറ്റീവ് തിങ്കേഴ്സാണ്. വൈൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. 9 സെക്കൻഡിൽ അവന്മാർ വീഡിയോ ഉണ്ടാക്കി ഇടുമായിരുന്നു. അത് ഈ ലോഗൻ പോളും ടീമുകളൊക്കെ
ഒരുപാട് പേരുണ്ട്. അന്ന് ഒരുപാട് പേര്. പിന്നെ ചിലവരൊക്കെ ഓൺ വോയിസിൽ ചെയ്യും, ചിലവർ കോമഡി ചിന്തി ചിന്തിച്ചെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വൈൻസിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മ്യൂസിക്കലിയിൽ മിക്കവരും ഇതുപോലെ പഴയ നടന്മാരും പാട്ടും ഒക്കെ തന്നെ ലിപ്സിങ് ചെയ്തിട്ട് നടക്കണം. പിന്നെ സ്മ്യൂള അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട്. അതായത് നമുക്ക് പാട്ട് പാടുന്ന ഒരു ആപ്പാണ് സ്മ്യൂൾ എന്ന് പറയുന്നത്. ഒരുപാട് പേരൊക്കെ അറിയായിരിക്കും. നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു സ്മ്യൂൾ വീഡിയോയൊക്കെ ഈ മറ്റേ കുത്തിപ്പൊക്കൽ സമയത്ത് വന്നതാണ്. അപ്പോൾ സ്മ്യൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടാം. നമുക്കിങ്ങനെ കരയൊക്കെ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോവും, നമ്മൾ അതിനനുസരിച്ച് പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് ഡ്യുവറ്റൊക്കെ പാടൊക്കെ ചെയ്യാം. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. മ്യൂസിക്കലി മോർ ലൈക്ക് ഒരു ലിപ്സിങ്. ആ സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മുടെ ദാറ്റ് മല്ലു ചിക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരി അന്നും ക്രിയേറ്റീവ് കോണ്ടൻറ്റ് ചെയ്യുമായിരുന്നു. അതായത് ട്രാൻസിഷൻസും അതേപോലത്തെ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച, ഐ സ്റ്റിൽ റിമെമ്പർ പുള്ളിക്കാരി എന്തോ ആദ്യമായി ഫീച്ചേർഡൊക്കെ ചെയ്ത ഒരു ക്രിയേറ്ററായിരുന്നു മ്യൂസിക്കലി ആപ്പിൽ. നമ്മളൊക്കെ അന്ന് മറ്റേ മ്യൂസിക്കൊക്കെ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ഫേമസ് ആവുമെന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ആഗ്രഹമോടെ അങ്ങനെയായിരുന്നു ആ സാധനം തുടങ്ങിയത്. പിന്നെ ഞാൻ പറയും നമ്മളത് പിന്നെ നമ്മളൊരു ഹോബി എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ലിപ്സിങ് ചെയ്യുക, ഒരു കോമഡി ഡയലോഗ് ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പതുക്കെ മാറിത്തുടങ്ങി, വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാർ തുടങ്ങി. അന്നൊന്നും നമ്മൾ അപ്പോഴും മ്യൂസിക്കലിയും ലിപ്സിങ്ങും ആയിരുന്നു നമ്മളുടെയും മെയിൻ പ്രയോറിറ്റി. ബിക്കോസ് വളരെ എളുപ്പമായിരുന്നു, ഒരുപാട് ചിന്തിക്കേണ്ട, മനസ്സിലായില്ലേ? എന്തെങ്കിലും വേറിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ ഇട്ട് അത് കണ്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് അവനെ ഫോളോ ചെയ്യാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയ്ത് പിന്നെ ഈ പറയുന്ന മ്യൂസിക്കലി നൈസായിട്ട് ടിക്ടോക്ക് മേടിക്കുകയും, ടിക്ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. അവന്മാർ ഈ സാധനത്തിന് അങ്ങ് മ്യൂസിക്കലി മേടിച്ചിട്ട് ടിക്ടോക്ക് എന്നുള്ള, അതായത് ബൈറ്റ് ഡാൻസിൻ്റെ തന്നെയായിരുന്നു ടിക്ടോക്ക്. അത് വേൾഡ് ഫുള്ളായിട്ട് അവർ ടിക്ടോക്ക് എന്നുള്ള രീതിയിൽ ആക്കി. ആ സമയത്ത് മ്യൂസിക്കലി ആയിരുന്നു ഫേമസ് ടിക്ടോക്കിനെയും കാട്ടിലും. അപ്പോൾ അങ്ങനെയാണ് മ്യൂസിക്കലി മാറി ടിക്ടോക്ക് ആവുന്നു. അവിടെയും ഞാനിങ്ങനെ ഇട്ടിട്ട് അതൊക്കെ തന്നെയാണ് നിങ്ങൾ ഈ എൻ്റെ കുത്തിപ്പൊക്കൽ സമയത്ത് കണ്ട സാധനങ്ങൾ. അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് വിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്ന് തൊട്ടേ ഞാൻ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു വലിയ ഭ്രാന്തായിരുന്നു സിനിമ. വളരെ കൊച്ചിലെ തൊട്ട് വളരെ റൂട്ടഡായിട്ട് എനിക്ക് ഉള്ളൊരു സാധനമായിരുന്നു. അതായത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സുപ്രഭാതത്തിൽ സിനിമയ്ക്ക് വേണ്ടി പോരാടണം, സിനിമ എന്താണെന്ന് അറിയണം, സിനിമ പോയി അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സിനിമ എന്താണെന്ന് അറിയണം, സിനിമ സെറ്റ് എന്താണെന്ന് അറിയണം, അഭിനയിക്കുന്നവരെങ്ങനെയാണ് അഭിനയിക്കണമെന്ന് അറിയണം. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാൻ മദ്രാസിയിലോട്ടൊന്നും പോയില്ല, നേരെ കൊച്ചി തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിലൊരു കൂട്ടുകാരൻ വഴി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയും അങ്ങനെയൊക്കെ സിനിമാ ലോകത്ത് കയറിയതിന് ശേഷമാണ് ഒരു ധൈര്യം വരുന്നത്. അതായത് ക്യാമറയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളൊരു ധൈര്യം, മനസ്സിലായില്ലേ? ആ ഒരു അൺലോക്കിംഗ് പ്രക്രിയ, ഒരു സാധനം വന്നത് എനിക്ക് സിനിമ തന്ന എക്സ്പീരിയൻസാണ്. ആ ഒരു എക്സ്പോഷറാണ് എനിക്ക് ആ ധൈര്യം തന്നത്. അങ്ങനെയാണ് നമ്മൾ കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ ചടഞ്ഞുകൂടി മെൻ്റലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായി ഓൺ വോയിസ് ചെയ്ത സാധനം, അത് ടിക്ടോക്കിൽ തന്നെയാണ് ഇട്ടത്, ടിക്ടോക്ക് ബാൻ തേഞ്ഞൊട്ടി. അതിന് സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലോങ് വീഡിയോ ഇടാണ് IGTV എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നമുക്ക് ഇട്ട് തുടങ്ങാം. വീഡിയോസ് മറ്റേത് പോയാൽ നമുക്കിതിലിടാം, കുറച്ചും കൂടെ ലെങ്ത്ത് പിടിക്കാമല്ലോ. അന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ചിന്തയില്ല. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാനലുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഇപ്പം ലൈഫ് ഓഫ് ഷസാമിൽ ഞാൻ ചെയ്യണ പരിപാടി ഞാൻ എൻ്റെ കോൾമി ഷസാം വൈൻസിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഫിലിം ഫെനറ്റിക് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. ഒരുപാട് സിനിമകളുടെ റിവ്യൂ അന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നാരും അതിനെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബ് അത്രയ്ക്ക് ഒരു വലിയൊരു ബൂമായി മാറിയിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് അങ്ങനെയൊന്നും ആരും പുഷ് ചെയ്തതുമില്ല. എനിക്ക് തോന്നുന്നു ആകെ അതിൽ നിന്ന് ഫേമസ് ആയി പോയത് ഒരു സാധനം, നമ്മുടെ മല്ലു അനലിസ്റ്റിന് സോർ റിപ്പോർട്ട് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കത് ഭയങ്കരമായിട്ട് ഫീലാവുകയും ഞാൻ പോയി പുള്ളിയെ രൂക്ഷമായി ക്രിട്ടിസൈസൊക്കെ ചെയ്തത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ ആ സാധനത്തിനാണ് അത്യാവശ്യം എന്തോ വ്യൂസ് കയറിപ്പോയത്. അതല്ലാതെ ആ ചാനൽ ഇപ്പോഴും അവിടെ ഉണ്ട്, ഫിലിം ഫെനറ്റിക് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞാണ് ആ ചാനൽ. അപ്പോൾ സെയിം ഞാൻ എന്തായിരുന്നു ഇപ്പോൾ ലൈഫ് ഓഫ് ഷസാമിൽ ഇപ്പോൾ ചെയ്താണ്ട് ഇപ്പം നാളെയോ മറ്റന്നാളോ ആയി 1 മില്യൺ അടിക്കാൻ പോവുകയാണ്. മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല.
ഞാൻ പറയില്ലേ എന്തോ നമ്മളുടെ ഒരു സംസാര ശൈലിയാണോ, അല്ലെങ്കിൽ നമ്മളുടെ ട്രെയിലർ റിയാക്ഷൻസ് ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണവശാൽ അത് കയറിപ്പോവുകയും ആൾക്കാർക്ക് നമ്മളൊരു ഇഷ്ടം തോന്നുകയും ഒരുപാട് പേര് ഇതൊന്ന് ചീത്ത വിളിക്കാറുണ്ട്, അത് വേറെ കേസ്. ബിക്കോസ് അത് അങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നിടത്ത് എന്നും രണ്ട് പക്ഷം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. അത് അവിടെ ഒരിക്കലും നമുക്കൊരു ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ നമ്മളെ ഒരു മെജോറിറ്റി ക്രൗഡ് എന്തായാലും വരും കേട്ടോ. അതായത് ഇഷ്ടപ്പെട്ട ഒരു മെജോറിറ്റി ക്രൗഡ് ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആ സിനിമ ഹിറ്റാവുന്നത്. അല്ലാതെ വെറുതെ ഒരു പടം അങ്ങനെ ഹിറ്റാവാറില്ല. ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു സിനിമ ഏറ്റെടുക്കുമ്പോഴാണ് ആ സിനിമ ഹിറ്റാവുകയും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ആ സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോഴാണ് ആ സിനിമ ഫ്ലോപ്പ് ആവുകയും ചെയ്യുന്നത്. പിന്നെ ഒരുപാട് അതർ ഫാക്ടേഴ്സും ഉണ്ട്. പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക. പുതുമുഖങ്ങളുടെ സിനിമയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെയൊക്കെ സിനിമയിൽ പൈസ ചിലവാക്കാൻ വളരെ പാടാണ്. ബിക്കോസ് അവർക്ക് അത്രയ്ക്കും ഗംഭീരം എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെല്ലാവരും ഇനി സിനിമാ തിയേറ്ററിലോട്ട് വരത്തുള്ളൂ. അതങ്ങനെയാണ്. അതൊരിക്കലും ഇപ്പോഴും നമ്മുടെ സിനിമാക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. സിനിമാക്കാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ എല്ലാ പടങ്ങളും ഗംഭീരമാണ്, നമ്മൾ ചിലവരാണ് അതിനെ കുളവാക്കുന്നതെന്നാണ്. എനിവേസ്, അത് വേറൊരു ടോപ്പിക്ക് ഗൈസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താണെങ്കിലും ഫിലിം ഫെനറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും അവിടെ എവിടെയോ കിടപ്പുണ്ട്. അതിൽ ഞാൻ അതുപോലെ പഴയ എൻ്റെ റിവ്യൂകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നത്. ബിക്കോസ് എനിക്ക് ആ യൂട്യൂബിൽ ആ സമയത്ത് എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ഞാൻ ഒരുപാട് എനിക്കൊന്ന് മലയാളത്തിൽ തന്നെ 2-3 പേരുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാനും ആ ഒരു പരിപാടി തുടങ്ങിയിട്ട്. അതും പക്ഷെ പച്ച പിടിച്ച് പോയില്ലടേ. അപ്പം ഞാൻ പറയും, നമ്മൾ ഒരുപാട് ട്രയൽ നടത്തിയിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റാർട്ടിങ് തന്നെ മറ്റേ പടം സൂപ്പറായിട്ട് മില്യൺസ് ഓഫ് വ്യൂസ് അങ്ങനെ ഒരു ചിന്ത ചിലവർക്ക് സംഭവിക്കാം. ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് മില്യൺസൊക്കെ അടിക്കാം, അതൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ക്രിയേറ്റർ ലൈഫിൽ ഇറ്റ് വാസ് ലൈക്ക് ട്രയൽ ആൻഡ് ഇറർ. അതായത് നമ്മളൊരു ട്രയൽ നടത്തുന്നു, അതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അത് നമ്മൾ മാറ്റി വേറെ ലെവലിലോട്ട് എത്തിക്കുന്നു. പക്ഷേ എനിക്കിന്നും ഓർമ്മയുണ്ട്, എൻ്റെ കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കോൾ മീ ഷസാം വൈൻസിൽ ചായ വിത്തക്കിൻ്റെയൊക്കെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷസാമും ഇപ്പം നിങ്ങളുടെ വന്നിരുന്ന ഈ വളരെ ഇങ്ങനെ കൂളായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയും രണ്ടാണ്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ചെയ്താണ് ഒരു കാര്യം സെറ്റാവുന്നത്. അതല്ലാതെ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് വേണം. പക്ഷേ നമുക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു പ്രാക്ടീസ്. നമ്മൾ ക്യാമറ ഫിയർ ഉണ്ടെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് വരുത്തണം നമ്മളെ. നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പം സിനിമയിൽ ഞാനിപ്പോൾ AD ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും ഈ പറയുന്ന ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ക്യാമറയുടെ മുന്നിൽ പതറിപ്പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡയലോഗ്സ് പറയാൻ പറ്റാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കിടന്ന് വിറയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതായത് ഞാൻ നല്ലൊരു നടനാണ്, പക്ഷെ നമ്മൾ നല്ല നടനാണെന്ന് നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണം. അത് ചിലപ്പോൾ നാടകത്തിൽ കൂടെ ആവാം. അല്ലെങ്കിൽ ഞാൻ പറയും, ഇപ്പോൾ ഈ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ അഭിനയിക്കാനായിട്ട് നമുക്കിനി വേറെ സ്ഥലത്തൊന്നും വേണ്ട. ക്യാമറയുണ്ട്, ഓഡിയൻസുണ്ട്, അവർക്ക് നമുക്ക് ഒരു തരും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഹാഷിർ വന്നു. അതിൽ തന്നെ എത്രയോ സോഷ്യൽ മീഡിയ താരങ്ങൾ, ജോമോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സോഷ്യൽ മീഡിയ താരമാണ്. പുള്ളിയുടെയൊക്കെ പഴയ കാലത്ത് പുള്ളിക്കാരനും നമ്മുടെ ടാർസൻ സുബിനും അവരൊക്കെ മറ്റേ ബിഗ് ബിയുടെയൊക്കെ ഒരു സ്പൂഫ് വീഡിയോ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കണ്ടാൽ കാണാൻ പറ്റും. നരസിംഹത്തിൻ്റെ ഒരു സ്പൂഫ് വീഡിയോ ഉണ്ട്. അതൊക്കെ ചെയ്ത് നടന്ന് അതേപോലെ അതാണ് നമുക്കൊരു പ്ലാറ്റ്ഫോമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്ന് ഒരു ട്രയൽ നടത്താനുള്ള ഒരു ഏരിയ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പണ്ടതില്ല. ഓക്കെ, പണ്ട് ഇറ്റ് വാസ് വെരി ഹാർഡ്, ബട്ട് നൗ വി ആർ ഇൻ. നമുക്ക് ആ ഒരു സുഖമുണ്ട്, നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. സോ വി ഹാവ് ടു യൂട്ടിലൈസ് ദാറ്റ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും
കയ്യെത്തും ദൂരത്തിലുള്ള ഒരു പരിപാടിയല്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ വരാനായിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സാഫ് ബോയും സാഫ് ബോയുടെ ബ്രദറും എന്തുമാത്രം എക്സാമ്പിളാണ്. വാഴ പോലെ, അതുപോലെ ഗുരുവായൂർ അമ്പലം നടൽ സിനിമ പോലെ, 18+ സിനിമ പോലെ ഒരുപാട് പടങ്ങൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ ഉണ്ട്. ആൻഡ് അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഇതുപോലെ ഈ ഫോൺ കമ്പനിയിൽ ക്യാരക്ടേഴ്സ്, അതിൻ്റെ സത്യം എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് ഇന്നും ഞാൻ പറയും അരുൺ പ്രദീപ് ഒരു ഇൻസ്പിറേഷനാണ് എൻ്റെ. അതായത് പുള്ളിയുടെ മറ്റേ പൂച്ച പട്ടി അങ്ങനത്തെ ഒരു സാധനമുണ്ട്, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെയാണ് പല പല ഡിഫറെൻറ്റ് ഫോൺ കമ്പനീസ് ഇങ്ങനെ വന്ന് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുള്ളൊരു ഐഡിയയിലോട്ട് വരികയും അത് ചെയ്ത സമയത്ത് ആദ്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അത് ഞാൻ പ്രീവിയസ്ലി 2-3 വീഡിയോ ചെയ്തതിന് ശേഷം ആ സമയത്താണ് നമ്മുടെ iPhone 12 റിലീസാവുന്നത്. iPhone 12 നിന്നും ചാർജർ ബോക്സിൽ നിന്ന് എടുത്ത് കളയുന്നു. ആ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ പിടിച്ച് കയറി അങ്ങനെ ഒരു വീഡിയോ ഇട്ട് നമ്മുടെ പേളി മാണി അത് ഷെയർ ചെയ്ത്. അന്ന് കിട്ടിയ ഒരു വലിയൊരു റീച്ചുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് ആ സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഐ തിങ്ക് ഷീ ഹാഡ് ഒരു 1 മില്യനോ 1.5 മില്യൺ ഫോളോവേഴ്സ് എന്തോ ഉണ്ട്. അപ്പോൾ ആ ചാനലിലുള്ള ആൾക്കാർ അത് കണ്ട് വന്ന് ഇവന് കുറച്ച് കോമഡിയാണല്ലോടെ എന്ന് അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ഒരു സമയം തൊട്ട് ഞാൻ ഒരു ദിവസമൊക്കെ തന്നെ ഒരു 3 വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ആ ലെവൽ ഓഫ് കൺസിസ്റ്റൻസിയാണ്. അത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. ആൻഡ് അതൊരു സ്റ്റോപ്പ് വരുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു 500K 600K ഫോളോവേഴ്സൊക്കെ ആയതിനു ശേഷമാണ് ഞാനിങ്ങനെ കുറയ്ക്കാം, ഒരു ആഴ്ചയിൽ ഒരു 3 വീഡിയോ അങ്ങനെയൊക്കെ മതി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആസ് വി സ്പീക്ക് ഈ എനിക്ക് 1.6 മില്യൺ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആഴ്ചയിലല്ല, ഒരു 2 ആഴ്ചയിലൊരിക്കൽ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ അങ്ങനെയായി. ബിക്കോസ് ഞാൻ പറയാം ഭയങ്കരമായിട്ട് നമ്മൾ ഇനിഷ്യൽ ടൈമാണ് നമ്മളുടെ ഇത്. അതായത് ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കാതെ നമ്മൾ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യടേ, എക്സ്പ്ലോർ പേജ് ഇട്, റീല് കാണിയിര് എന്നുള്ളൊരു സാധനം വരുത്തണമെങ്കിൽ വെൻ യു ഹിറ്റ്, അതായത് നമ്മുടെ ഒരു വീഡിയോ നമ്മളൊന്ന് കയറിപ്പോകുന്ന സമയം, അതാണ് നമ്മളുടെ ടേണിംഗ് പോയിൻ്റ്. നമ്മൾ അത് ചിലപ്പോൾ ഒരു സമയത്ത് ഒരു 10-20 വീഡിയോ ഇടുന്നതിൽ ഒരെണ്ണമായിരിക്കും കയറിപ്പോകുന്നത്. ആ കയറിപ്പോകും, അതെന്തായാലും കയറിപ്പോകും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്തായാലും കയറിപ്പോകും. ആ കയറിപ്പോകുന്ന സമയം ആണ് നമ്മളെ ടൈം. അവിടെ ആൾക്കാരുടെ ഒരു ഇൻഫ്ലോ വരും, അവർ വേറെ വീഡിയോസും നോക്കും. ഈ വീഡിയോ കൊള്ളാം, എന്നാൽ ഇവൻ്റെ വേറെ വീഡിയോ കാണണമല്ലോ എന്ന് പറഞ്ഞ് അവർ പ്രൊഫൈലിൽ കയറുകയും അവർ വേറെ വീഡിയോസ് നോക്കുകയും ചെയ്യും. ആ സമയത്ത് യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. മനസ്സിലായില്ലേ? ആ സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ എത്ര സമയം നമ്മുടെ പേജ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നേരം നമ്മൾ അവരെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്കൊരു വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് വാട്ട് ഈസ് ദ ഡിഫറൻസ്, അതായത് ഈ ക്രിയേറ്റർ, ഇപ്പം ഞാനും വേറൊരു വ്യക്തിയുമായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മളവിടെ കൺവേ ചെയ്തിരിക്കണം. അതായത് കോൾ മീ ഷസാം എന്ന് പറയുന്ന ചാനൽ എന്താണെന്നും അതേപോലെ ഹാഷറിൻ്റെ ചാനൽ എന്താണെന്നും ഉള്ളൊരു ഡിഫറൻസിയേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കും. ഇപ്പോൾ അഖിൽ NRD. അപ്പോൾ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ സ്റ്റൈലുണ്ട്, ഓരോരോ യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അവിടെയാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട്. നമ്മളൊരു ബ്രാൻഡാവുക, നമ്മളുടെ ഒരു യുണീക്നെസ് ഉണ്ടാവുക. ആ സാധനം നമുക്ക് കിട്ടിയാൽ, അത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്താൽ, ദെൻ യെസ്, ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അതാണ് പറയുന്നത്. നമ്മൾ അവിടെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത്, അതായത് കോൾ മീ ഷസാം വൈൻസ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഏകദേശം 2 മില്യൺ 20,65,000 ആൾക്കാരുണ്ട് അതിൽ സബ്സ്ക്രൈബറായിട്ട്. അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്, ഞാൻ അപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് യൂട്യൂബ് വാസ് ലൈക്ക്, അതിൻ്റെ കൈ വെച്ചിരുന്നാൽ മതി, എന്തെങ്കിലും യുണീക്കായിട്ട് കൊണ്ടുപോകാം, എന്നാൽ നമുക്ക് നോക്കാം. ആ യുണീക്നെസ്സാണ് ചായ വിത്ത് ടെക് എന്ന് പറയുന്ന സാധനത്തിൽ കൂടെ ഞാൻ കൊണ്ടുവന്നത്. ഓരോരോ ദിവസവും ചായ വിത്ത് ടെക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചായയും കുടിച്ച് ടെക്കിനെ പറ്റി പറയുന്ന സാധനം യൂട്യൂബിന് അതൊരു വെറൈറ്റി ആയി തോന്നി. അത് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആൾക്കാർ ചായ വിത്ത് ടെക് കാണാൻ വരുന്നവരെന്ത് ചെയ്തു,
അവർ നേരെ ബാക്കിയുള്ള വീഡിയോസും കാണാൻ തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലുള്ളതാണെങ്കിൽ പോലും അത് ആൾക്കാർ കാണുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് നോക്കാമെന്നുള്ളൂ, ദർ ആർ സർട്ടൺ വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിലിട്ട സെയിം സാധനം യൂട്യൂബിലിട്ടിട്ട് അതിന് വ്യൂസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു ക്രൗഡിനെ പുള്ള് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ബി റെഡി വിത്ത് അവർ കോണ്ടൻറ്റ്. നമ്മൾ അത് വരുന്ന സമയത്ത് ഒരു 5 വീഡിയോ ആണെങ്കിൽ അവർ പറയും, ഇവൻ വലിയ കൺസിസ്റ്റൻ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തോ വീഡിയോ ഇട്ടിട്ട് പോകണൊരുത്തനാണ് എന്നൊരു സാധനം കൊടുക്കരുത്. നമ്മളെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ എൻ്റർടൈനിങ് ആണ്, ഇതുപോലത്തെ സെറ്റ് സാധനങ്ങൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടോ, ഈ വീഡിയോ കൊള്ളാം, അതിനെയും കാട്ടിലും കൊള്ളാം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലോട്ട് ആൾക്കാരെ എത്തിക്കണം. സോ ദാറ്റ് ഈസ് ഹൗ ഐ കൈൻഡ് ഓഫ് ബിൽഡ് മൈ ബേസ്. അതിപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ, അതിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഞാൻ പറയും നമ്മൾ ആ യുണീക്നെസ് നമുക്കത് കിട്ടാതെ നമ്മൾ അത് ക്രാക്ക് ചെയ്താൽ നമ്മൾ വേറെ ലെവലാവും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ മിന്നൽ മുരളിയുടെ കേസ്, അതായത് കോൾ മീ ഷസാം വൈൻസിലാണ് ഞാൻ അതിൽ തന്നെയായിരുന്നു ഈ പറയുന്ന ട്രെയിലർ റിയാക്ഷൻസും. ഇനിഷ്യൽ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, മൂവി റിവ്യൂ ആണെങ്കിലും ട്രെയിലർ റിയാക്ഷനും ഞാൻ കോൾ മീ ഷസാം വൈൻസിലാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മിന്നൽ മുരളിയുടെ ഒരു ബാക്ക്ലാഷ്, അതായത് ബാക്ക്ലാഷ് എന്നല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് വന്നൊരു ഹേറ്റുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി ആ ചാനൽ, അതായത് കോൾ മീ ഷസാം വൈൻസ് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു ടെക് ബേസ്ഡ് ചാനലാണ്, അവിടെ ആ ഹേറ്റ് വേണ്ട. അങ്ങനെയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലൈഫ് ഓഫ് ഷസാം എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി. അവിടെ എൻ്റെ സിനിമ ഒപ്പീനിയൻസും ട്രെയിലർ റിയാക്ഷൻസും ഇടുന്നത് തുടങ്ങിയത്. ആ തുടങ്ങിയ ചാനലാണ് ഇന്നോ നാളെയോ ആയിട്ട് 1 മില്യൺ അടിക്കാൻ പോവുകയാണ്. ആൻഡ് ഐ ആം സോ ഹാപ്പി. സത്യമായിട്ട് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ടെക്കിൻ്റെ ഒരു രീതി നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു ചാനലാണ് നമ്മുടെ കോൾ മീ ഷസാം വൈൻസ്. മൂവിയുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ഷസാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ലൈഫ് ഓഫ് ഷസാം എന്ന് പറഞ്ഞ സാധനം ഞാനൊരു വ്ളോഗ് ചാനൽ പോലെ തുടങ്ങാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ്, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 3ാമതൊരു ചാനൽ, അതായത് ഈ വീഡിയോ ഒക്കെ വന്ന് കിടക്കുന്നത് അതിലാണ്, അൽ ഷസാം എന്ന് പറയുന്ന പരിപാടി. അതിൽ ബേസിക്കലി നമ്മുടെ വ്ളോഗും ഇങ്ങനത്തെ പോഡ്കാസ്റ്റും സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ എൻ്റെ യാത്ര എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ ഇതുപോലെ, പിന്നെ ഞാൻ പറയില്ലേ കൊളാബ് എന്ന് പറയുന്നൊരു ഫീച്ചർ, നമുക്ക് ഫെല്ലോ ക്രിയേറ്റേഴ്സുമായിട്ട് നമുക്കൊരു കൊളാബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൾക്കാരെ നമുക്കിതിലോട്ട് കിട്ടും. നമുക്ക് കിട്ടുന്ന ബ്രാൻഡ് ഡീൽസ്, നമ്മൾ സെലക്ട് ചെയ്യേണ്ട ബ്രാൻഡ് ഡീൽസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്ത് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു TWS, അതായത് മറ്റേ ഈ വില കുറഞ്ഞ വളരെ ലോ ക്വാളിറ്റി സാധനങ്ങളുടെയൊക്കെ പേജ് എൻ്റെ പേജിൽ കൂടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് നോട്ട് വെരി നൈസ്. അതാണ് പറയുന്നത്, നമ്മൾ അത്ര ഇതല്ല, പക്ഷേ എന്നാൽ പോലും അത്രയും കെയർഫുൾ ആണെങ്കിൽ പോലും നമ്മളെ കയ്യിൽ നിന്ന് പൊള്ളുന്ന സമയമാണ്. സോ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മളുടെ പേജ് ഇടുന്നത്, അതിൽ അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കാശാണ്. ആ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. അതല്ലാതെ എനിക്ക് കുറേ കാശ് കിട്ടും, അതുകൊണ്ട് ഈ മറ്റേമാരെ കാശ് പോയ നാട്ടുകാരെ കാശ് പോയ എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ക്രിയേറ്റർ ആവരുത്. ബിക്കോസ് നിങ്ങൾക്ക് സൊസൈറ്റിയിലൊരു ഒരു ഒബ്ലിഗേഷനുണ്ട്. അതായത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാശിന് വില കൊടുത്തേ പറ്റൂ. സോ അത് എനിക്കിവിടെ പറയണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പലവരെയും കണ്ടിട്ടുണ്ട്, കുറേ ഫിനാൻഷ്യൽ സാധനങ്ങൾ, അതൊക്കെ ഞാൻ പറഞ്ഞത് വളരെ ഷേഡി ആയിട്ടുള്ള കുറേ പേജുകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുമാർ വെറും തട്ടിപ്പാണ്. അതുപോലും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതായത് ഒരാൾ വന്ന് പറയണം ഞാൻ കുറേ കാശ് തരാം, എൻ്റെ ഭയങ്കര ട്രേഡിങ് മറ്റതാണെന്ന് വെച്ചാൽ ട്രേഡിങ് അതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ പ്രോപ്പർ ട്രേഡിംഗ് ആയിട്ടുള്ള ട്രേഡിങ്ങിന് ലൈസൻസ് കൊടുത്തിട്ടുള്ള കമ്പനീസ് ഉണ്ട്, അവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതല്ലാതെ ഇതുപോലെ റാൻഡമായിട്ട് നമ്മളെ DM ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ വളരെ ഷേഡി ആയിട്ടുള്ള ആപ്സിനെയൊന്നും പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടേതായ ഒരു ബേസിക് ഒരു തറോ ആയിട്ടുള്ള, ബേസിക്കല്ല, ഒരു തറോ ആയിട്ടുള്ള റിസർച്ച് നടത്തണം. ആരാണ് പ്രൊമോഷനും കൊണ്ട് വരണമെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാനിത് എൻ്റെ ടെക് ചാനലിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബ്രോ ഈ വാങ്ങിക്കണ ഫോണൊക്കെ സ്വന്തം കാശ് കൊടുത്താണ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ധൈര്യമായിട്ട് പ്രോസ് ആൻഡ് കോൺസ് പറയാൻ പറ്റുന്നത്.
ഇത് തന്നെ ഒരുപാട് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഐഫോൺ വിരോധിയാണ്, എനിക്ക് ടെക്കിനെ പറ്റിയൊന്നും അറിയത്തില്ല. അത് ചിലവർക്ക് കണ്ണ് കടിയാണ് പ്യുവർലി. ഞാൻ പറയും, ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂസർ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ ഫോൺ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ എൻകൗണ്ടർ ചെയ്ത പ്രശ്നങ്ങളും ഇതിനെ പറ്റിയാണ്. അല്ലാതെ ഞാൻ പറയും നമുക്ക് സ്പെക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ വേറെ ഇഷ്ടം പോലെ ചാനലുണ്ട്. ഞാൻ പറയും എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു അജണ്ട. അതല്ലാതെ ഈ പറഞ്ഞു കുറേ സ്പെക്കും പറഞ്ഞു, ഇത് ഞാൻ മറ്റേ എന്തൊരു വലിയ കോപ്പാണ്, ഞാൻ നിങ്ങൾക്ക് ഇതും ഞാൻ അങ്ങനെ കാണിച്ചു തരാം, ഇത് മറ്റേത് ചിപ്സെറ്റിന് ഇതുണ്ട് മറ്റേതുണ്ട് 4 നാനോമീറ്റർ മറ്റേ ജിഗാ ഹെർട്സ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. എനിക്ക് ഞാൻ പറയും വളരെ സാധാരണക്കാരൻ ഏതൊരു സാധാരണക്കാരനും വന്നിരുന്നിട്ട് ഈ ഫോൺ കുഴപ്പമില്ലടേ എന്ന് പറയുന്നതും ഈ ഫോണിൻ്റെ അകത്ത് ഇതുണ്ട് അതുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇതുണ്ട് ഇങ്ങനെ പറയുന്നതും രണ്ടാണ്. നമ്മൾ ആ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പിക്സലിൻ്റെ 9 Pro XL എന്ന് പറയുന്ന ഫോൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഐ ലവ് ദാറ്റ് ഫോൺ. അതാണ് പറയുന്നത്, ആ എക്സൈറ്റ്മെൻറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആയിരിക്കാം പക്ഷേ ആൾക്കാർക്ക് എൻ്റെ ഒരു ചാനൽ ഇഷ്ടം. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിഫറൻസസ് ഉണ്ട്. ഞാൻ പറയാം എനിക്ക് അങ്ങനെ വന്നിരുന്നിട്ട് എനിക്കങ്ങനെ പ്രൂവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരുപാട് പേർക്ക് അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് എനിക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ടെക്കിൻ്റെ, എന്തൊക്കെ ഇതൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയാം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമാണ് ടെക്ക് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിൽ പല ഇൻഫർമേഷൻസ് എടുക്കാനും അതൊക്കെ ഒരു രസമാണത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതിനിയും ഇതുപോലെയൊക്കെ തന്നെ കാണും. പക്ഷേ ഞാൻ വളരെ നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന ടെക് ചാനൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിവ്യൂവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി സാധനങ്ങൾ മേടിച്ച് റിവ്യൂ ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം കമ്പനിയുടെയൊക്കെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കമ്പനി തരുന്ന സാധനത്തിൽ സംസാരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് തന്നെ അത് മോശമായി തോന്നും. ദ ഹോൾ പോയിൻ്റ് ഓഫ് റിവ്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു പോയിൻറ്റ്ലെസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും. സോ അപ്പോൾ അതാണ്. അപ്പോൾ എന്താണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്ന് ജെനുവിൻ ഏതാണെന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അതാണ് ശരിയെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത സാധനങ്ങൾ പിന്നെ അതൊരു മിസ്ഇൻഫോർമേഷൻ ആവുമെന്ന് മനസ്സിലാക്കുകയും അതിനെ അപ്പോളജൈസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ എന്ത് വന്നാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വന്ന ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് അലിഗേഷൻസ് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ ആ പറയുന്നത് അത് പ്രൂഫ് കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഓക്കെ ഇത് മോശം, ഓക്കെ. അതല്ല ഒരു അലിഗേഷൻസിൽ നമ്മൾ വന്നിട്ട് ഒരു മിനിറ്റ്, സോറി ഗൈസ്, ഒന്നും കൂടി ഇൻറ്ററപ്റ്റായിപ്പോയി. എന്താണെങ്കിലും ഞാൻ അപ്പോൾ അത് പറഞ്ഞു വന്ന അതാണ്, നമ്മൾ എല്ലാം കറക്റ്റാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ ഇടണം എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയും ഇത് എല്ലാവർക്കും അബദ്ധം പറ്റാറുണ്ട്, അത് എനിക്കും പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ്. ആൻഡ് സോ വി ഹാവ് ടു ബി വെരി റെസ്പോൺസിബിൾ എന്നാണ് എനിക്കൊന്നും കൂടി എടുത്ത് പറയേണ്ടത്. ആൻഡ് ഇപ്പോഴത്തെ ആ ഒരു കമ്മിറ്റിയുടെ കേസിനെ പറ്റി ഞാൻ പറയും, എനിക്ക് അതിനെപ്പറ്റി നമ്മൾ കമൻറ്റ് ചെയ്യാനായിട്ട് നമ്മളാരുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് ലാലേട്ടനും മമ്മൂക്കായും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറയാം, അല്ലെങ്കിൽ അവരൊക്കെ ഈ സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഇവർ റിയൽ ലൈഫിലും ഇതുപോലെയൊക്കെ സംസാരിക്കുമായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. എവിടെ അവരാരും മിണ്ടിയില്ല. ആകെ മിണ്ടിയത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് വളരെ സ്റ്റേണായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആൻഡ് ഐ എക്സ്പെക്റ്റഡ് ദം ടു ടോക്ക്, പക്ഷേ അത് നടന്നില്ല. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ്സ് ദെയർ വിഷ്, അവർക്കൊരു ഇത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് അവർ അതിൽ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോൾ നാളെ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും നമ്മളടുത്ത് ഒപ്പീനിയൻസ് ചോദിക്കുകയും നമ്മളിവിടെ ഉള്ള സ്ഥിതിക്ക്, അതായത് നമ്മൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായ ആൾക്കാരായ സ്ഥിതിക്ക് നമ്മളിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യും. അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ ചിലവർ പറഞ്ഞു നിനക്ക് ഇപ്പോൾ പേഴ്സണലി നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങളൊന്നും ഇതിനെപ്പറ്റി മിണ്ടിയില്ലല്ലോ, നിന്നാൽ പിന്നെ അതുപോലെ തന്നെയാണ് മമ്മൂക്കായ ലാലേട്ടനും മിണ്ടായിരിക്കുന്നത്. പക്ഷേ പേഴ്സണലായിട്ട് ഒരാൾ അയാളുടെ ലൈഫിൽ കയറി ഇപ്പോൾ കാര്യം പറയാൻ ഞാൻ ആരുമല്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആൻഡ് അത് നല്ല ഒരു കാര്യവുമല്ല. ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇപ്പം എനിക്കെതിരെ ഒരു കേസ് വന്ന് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ട് ആർക്കും സംസാരിക്കാം. ഇപ്പം നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ പേർക്ക് കേസ് വരുന്നുണ്ട്. ചിലതൊക്കെ ഫോൾസ് ആയിട്ടുള്ള കേസാണെന്നൊക്കെ അറിയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്നാൽ അവരെയൊക്കെ ഉള്ള അവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ പേര് വെച്ചിട്ടാണ് ന്യൂസിൽ വരാൻ പോകുന്നത്. മറ്റവിടെ അതില്ല. പക്ഷേ ഇപ്പം സീൻ ഹാസ് ചേഞ്ച്ഡ്. കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അതവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടിനും നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. സോ അതാണ് പറയുന്നത്. ഇപ്പം എനിക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെപ്പറ്റി സമയം കോൾമി ശസ്ത്രം കണ്ടില്ല, ഇങ്ങനത്തെ വൃത്തിയിടം കാണിച്ചിട്ടാണ് നടന്നത് എന്ന് പറയും ചിലവർ. അങ്ങനെ അവർക്ക് പറയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും കമൻറ്റ് ചെയ്യാനില്ല. അവർക്ക് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതാണ് പറഞ്ഞത്. അതാണ് ദ ഡിഫറൻസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ജേണി ഇതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയും നമ്മളിപ്പോൾ ഹേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയും അതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ഈ പോഡ്കാസ്റ്റ് തികയൂലടേ. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ക്രിയേറ്റേഴ്സുണ്ട്. എനിക്ക് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തവരുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം തന്നെ അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തരുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തരുന്നത്. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇരിക്കുന്നത്. അത് ട്വിറ്ററിൽ ഞാൻ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നെ ഒരു ഹരാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നവരെയോ എനിക്ക് എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊരു ആർഗ്യുമെൻറ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുകയാണ്. നമ്മൾ എ എന്ന് പറയുന്നു, മറ്റേ ആൾ ബി എന്ന് പറയുന്നു. ഞാൻ എയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, മറ്റൊരു ബി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദ പോയിൻ്റ് ഓഫ് എൻ ആർഗ്യുമെൻറ്റ്? മനസ്സിലായില്ലേ? നമ്മൾ എന്തൊക്കെ ഫാക്ച്വൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ചിലവർ പറയും. അതാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളവരടുത്ത് നമ്മൾ നമ്മളുടെ എനർജി കളയേണ്ട ആവശ്യമില്ല. അവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന സംഭവം അവൻ പേടിച്ചോടിയതാണെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്താണ് ഇഷ്ടം. അത് നിങ്ങൾക്ക് ഞാൻ പേടിച്ചോടിയതായി തോന്നിയെങ്കിൽ എനിക്ക് വെറും അതാണ്. മനസ്സിലായില്ലേ? ബിക്കോസ് എനിക്ക് വേണ്ടത് സ്വസ്ഥമാണ്. നിങ്ങൾ എനിക്ക് തരുന്ന സ്വസ്ഥതയല്ല. ഒരു പ്രോപ്പർ ക്രിറ്റിസിസത്തിനെ വളരെ ഹെൽത്തി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കളിയാക്കുന്ന ആ കാര്യമാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കളിയാക്കലാണെങ്കിലും അതും ഇത് ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷേ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും നമ്മൾ പ്രൊവോക്ക് ആവുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരെ എൻ്റർടൈൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അവരെ ബ്ലോക്ക് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. അതിന് വേണ്ടി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് പറയുക. അപ്പോൾ ഇഫ് യു ഫൈൻഡ് മൈ കോണ്ടൻറ്റ് ക്രിഞ്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസൻസേ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ പറ്റും. മനസ്സിലായില്ലേ? അതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. എന്നെ ഏതൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഇത് കോപ്പാണ് എന്ന് പറയുന്ന സാധനം നമ്മളെ കൺട്രോളിലാണ്. അതിനി വരാതിരിക്കാൻ അതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും കൂടെ പറയാണ്. അതുകൊണ്ട് ഹേറ്റർ പിന്നെ വെറുതെ വന്നിരുന്ന കമൻറ്റ് അവരെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നീ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വയ്ക്കുക. പക്ഷേ അത് മോശമാണ്. ബിക്കോസ് നല്ല കമൻറ്റ്സ് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലും നമുക്ക് കിട്ടില്ല. ബിക്കോസ് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിനെയും കാട്ടിലും ഞാൻ ഇവരെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. വൃത്തിയോട് പറയേണ്ടവന്മാർ എന്തായാലും ഈ ലോകത്തുണ്ടാവും. ഞാൻ എല്ലാത്തിനും ഒരു 2 അറ്റമുണ്ട് ഗൈസ്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. ആൻഡ് സോഷ്യൽ മീഡിയ ഒരു ഒരു വാസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് അറിയത്തുമില്ല ഇതിൽ ഫേക്ക് ഏതാണ് എന്നും നമുക്കറിയില്ല. ഇപ്പം ഞാൻ ഇപ്പം നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മുഖമെങ്കിലും ഉണ്ട്. മുഖം പോലും കാണിക്കാൻ ധൈര്യമില്ലാത്ത എത്രയോ പേര് വന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അത് നമ്മൾ ക്രെഡിബിലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാണേണ്ടത് നമ്മുടെ ഒരു മുഖമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചറിൽ അയാളുടെ ഫേസ് കാണിക്കാൻ നട്ടലുള്ള ഒരു വ്യക്തിയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ടേക്ക് ഹിസ് ക്രിറ്റിസിസം ആൻഡ് ഹി ഹാസ് ടു ഹാവ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് എപ്പോഴും നല്ലത്.
അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. ഞാൻ എന്നെ ചീത്ത വിളിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് ചീത്ത വിളിക്കില്ല. അത് ഒരാളെയും വെറുതെ പോയി ചീത്ത വിളിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല, വിളിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും പറയും, എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന 2-3 വാക്കുകളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കും. അത് നിങ്ങൾക്കും ഉണ്ട്. ഈ പറയുന്നവർക്കും പ്രൊവോക്ഡ് ആവുന്ന വാക്കുകളുണ്ട്. അവരെ പ്രൊവോക്ക് ചെയ്യേണ്ട ബട്ടൺസ് ഉണ്ട്. അത് കുത്തിയാൽ അവരും ഇതുപോലെയൊക്കെ വളരെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ വിളിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ബേൺ ഔട്ട് ആവുന്നൊരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് ഇതിലോട്ട് കയറിയിട്ട് ഫുൾ ടൈം വ്യൂസും മറ്റതും മറിച്ചതും ഇങ്ങനെ ഒരു ലോകത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ആയി പോയി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാധനത്തിൽ ലോക്കായി പോയി കഴിഞ്ഞാൽ യു ആർ ഡൺ. ഞാൻ പറയും തെറപ്പി എന്നൊക്കെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചത് അതുകൊണ്ടാണ്. ചില സമയത്ത് നമുക്ക് വി ഫീൽ ലൈക്ക് ബേൺ ഔട്ട് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലോകമായിട്ടൊന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ചിന്തിച്ചിട്ട് ഉറക്കമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അപ്കമിങ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. യു ഹാവ് ടു ഹാവ് എ ബാലൻസ് വെൻ ഇറ്റ് കംസ് ടു ക്രിയേഷൻ. നമ്മളെപ്പോഴും അതായത് മീ ടൈം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചേക്കണം. അത് നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു ടൈം ആവാം, അത് അല്ലെങ്കിൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നതാവാം, പാട്ട് കേൾക്കുന്നതാവാം, നിങ്ങളൊരു ഗെയിം ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്തും ആവാം. അതാണ് പറയുന്നത്, വി ഹാവ് ടു ഹാവ് എ ബാലൻസ് ഇൻ വെൻ ഇറ്റ് കംസ് ടു ക്രിയേഷൻ. ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ബാലൻസ് നിങ്ങൾ കണ്ടെത്തിയാലേ ഈ കാര്യം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബാഡ്. സോ അങ്ങനെയൊക്കെയാണ് ഒരു ക്രിയേറ്ററിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഫോർ മീ നമ്മളെല്ലാവരും ജീവിക്കുന്നത് വ്യൂസിന് വെച്ചിട്ടാണ്. അതായത് വ്യൂസ് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നമ്മളുടെ പോപ്പുലാരിറ്റി. വ്യൂസ് അനുസരിച്ചിട്ടാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നത്. ആ വ്യൂസ് നമ്മളെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയാൽ ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. നമ്മൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഇഷ്ടമുണ്ടെങ്കിൽ തുടങ്ങുക. ഇഷ്ടം ആണ്, അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഇഷ്ടമാണെങ്കിൽ യു പ്രൊസീഡ്. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പേരെ കിട്ടും, കുറേ കാശ് കിട്ടും എന്ന് തുടങ്ങാതെ, ഞാൻ ആ ഇനിഷ്യൽ ടൈമിൽ ഞാൻ ഒരിക്കലും വ്യൂസ് നോക്കാറില്ല. ഐ ലവ് ദ പ്രോസസ്സ്. ക്യാമറ ഓൺ ചെയ്ത് ഇതുപോലെയൊക്കെ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ. അതുകൊണ്ടാണ് അന്ന് ഞാൻ അതിനെപ്പറ്റി മൈൻഡ്. പിന്നെ നമ്മൾ ഈ ഒരു വ്യൂസിൽ കയറിയിട്ട് നമ്മൾ അതിൽ ലോക്കായി പോകുമ്പോഴാണ് കയ്യിൽ നിന്ന് പോണത്. പിന്നെ നമ്മൾ അധികം ഇത് ചെയ്യണം. അത് മാറിയിട്ട് നമ്മൾ ഇത് എപ്പോഴും മനസ്സിലാക്കണം, എൻ്റെ ഇഷ്ടം, എനിക്കിത് ഇഷ്ടമായിരുന്നു, ഈ പ്രോസസ്സ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് എന്ന് എപ്പോഴും മനസ്സിലുണ്ടാകണം. എന്ന് നമ്മൾ വേറൊരു രീതിയിൽ വേണ്ടി, വേറെ ആൾക്കാർക്ക് വേണ്ടി ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു, then it's going to go down. So that is what I have to say. And ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട് എനിക്കിങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ ജീവിതത്തിനെ കുറിച്ചും സോഷ്യൽ മീഡിയ ആസ് എ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ. ബട്ട് ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് യുവർ പീസ്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം മോഹൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് യുവർ ഹാപ്പിനെസ്. അത് നിങ്ങൾക്കൊരു സെയിൽസ് ജോബിൽ കിട്ടിയാലും, നിങ്ങൾക്ക് ഒരു ഏതൊരു ഫീൽഡ് ഓഫ് പരിപാടിയിൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഡു ദാറ്റ്. ഞാൻ പറയും, എല്ലാവർക്കും മറ്റേ കലാകാരനാവണമെന്നില്ല. ചിലവർക്ക് വേറെ പല കാര്യങ്ങളും, ബിസിനസ്, ചിലവർക്ക് എൻജിനീയറിങ്, ചിലവർക്ക് ഡോക്ടർ, അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരു സാധനം ചെയ്യുക. നിങ്ങൾ ഒരു പോയിന്റിൽ നിങ്ങൾ ക്ലൂലെസ് ആണ്, നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവണമെന്നാണ്. ദാറ്റ്സ് ദ തിങ്. യു ഹാവ് നോട്ട് ഫിഗർഡ് ഇറ്റ് ഔട്ട്. നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്. ദാറ്റ് ഈസ് ദ തിങ്. ടേക്ക് യുവർ ടൈം. ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്. പാരൻസാണ് പ്രശ്നം. അവരിങ്ങനെ പുറകെ നടന്നിട്ട് ജോലിയൊന്നായില്ലേ ജയിലിന്, പിന്നെ വീട്ടുകാരുണ്ട് പറയണം, യവന്മാരെയൊക്കെയാണ് പ്രശ്നം. അല്ലാത്ത പക്ഷം ഞാൻ പറയും, ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ഹാവ് ക്ലാരിറ്റി, ദേ ഹാവ് പ്ലാൻ. ചിലവർക്ക് അതില്ല. ഡോണ്ട് വറി. എല്ലാവർക്കും ഒരു പക്ക 5 വർഷം 10 വർഷം കൊണ്ട് ഞാൻ ഇന്നേ ആവുന്ന രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒന്നും ആവാൻ പറ്റൂല. പുള്ളി വേറെ ലെവലടാ, അത് വേറെ ലെവല്. പക്ഷെ ചില ആൾക്കാർ, ഐ ഹാവ് ബിൻ ഇൻ ദാറ്റ് പൊസിഷൻ.
എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് പറഞ്ഞത്, അത് ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഡോണ്ട് വെറി അറ്റ് ഓൾ. ബിക്കോസ് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യും എപ്പോഴെങ്കിലും. അന്ന് ചെയ്താൽ മതി. ഞാൻ ഈ സാധനം ഹിറ്റാവണ സമയത്ത് 30 വയസ്സാണ്. ആലോചിച്ച് നോക്ക്. അത് വരെ വളരെ സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സോ ദാറ്റ് ഈസ് ദ തിങ്. ചിലവർക്ക് ക്ലിയർ ഇമേജ് ഉണ്ടാവും, ചിലവർക്ക് ക്ലാരിറ്റി കുറവായിരിക്കും. ഡസൻ മാറ്റർ. സംഭവം എന്തെങ്കിലും ക്ലിക്കാവും, അതിൽ വെച്ച് കയറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനമായിട്ട്. എന്ന് പറഞ്ഞുകൊണ്ട് പോഡ്കാസ്റ്റ് അവസാനിക്കിരിക്കുന്നു ഗൈസ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഉറങ്ങുന്നവരാണെങ്കിൽ ഗുഡ് നൈറ്റ്, രാവിലെ കാറ് കേട്ടുന്നവർക്കാണെങ്കിൽ ഗുഡ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണേട്ടാ.